നമസ്കാരം. ഞാൻ ഗിൽബർട്ട്, റിട്ടയർഡ് DYSP ആണ്. എൻ്റെ അനുഭവക്കുറിപ്പുകൾ കഥാരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ. ശാസ്താംകോട്ട CIക്ക് താമസിക്കുവാൻ ഒരു സ്നേഹിതൻ എൻ്റെ പഴയ വീട് കൊച്ചാഞ്ഞിലിമൂടുള്ള ഒരു യേശുദാസൻ്റെ പഴയ ഒരു വീട് തരപ്പെടുത്തി. ഒരു കുരുത്തോല വെള്ളത്തിൽ ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചാൽ പേടിച്ച് ചെളിയിൽ തലപൊഴുത്തി നിൽക്കുന്ന കരിമീനുകളെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ കൈക്കുള്ളിലാക്കാൻ മിടുക്കനായ ആൻ്റണി എന്ന മീൻപിടുത്തക്കാരൻ്റെ സഹായത്തോടെ രുചികരമായ കരിമീനുകൾ ഭക്ഷിച്ചിരുന്ന കാലം. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഒരു 2 മണിയോടെ ശൂരനാട് എസ്ഐയുടെ ഫോൺ സന്ദേശം എത്തിയത്. സാർ, ഈ മലതട പോരുവഴി എന്ന സ്ഥലത്ത് മലതട അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഒരു വീട്ടിനുള്ളിൽ 20 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഈ സംഗതിക്ക് മൊഴി പറയാനായിട്ട് പെൺകുട്ടിയുടെ അമ്മാവനായ വിക്രമൻ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. നിങ്ങൾ മൊഴി വാങ്ങിച്ച് FIR ഇട്ടിട്ട് ഒന്ന് പോയി നോക്കൂ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ ഉടനെ എത്താം. അതുകൊണ്ട് 1 മണിക്കൂർ കഴിഞ്ഞില്ല, SIയുടെ ഫോൺ സന്ദേശം വീണ്ടും എത്തി. സാർ ഒന്ന് വരണം, സംശയമുണ്ട്. വേഗം SIയും പോലീസുകാരെയൊക്കെ കൂട്ടി താഴേക്കിറങ്ങി. ജീപ്പിനടുത്ത് എത്തുമ്പോൾ അവിടെ വാനര സദ്യ നടത്തുന്നുണ്ട്. ജീപ്പിൻ്റെ ബോണറ്റിൻ്റെ മുകളിൽ ഏതോ കുട്ടികളുടെ പൊതിച്ചോറും കവർന്നെടുത്ത് കൊണ്ടുവന്ന വാനരന്മാർ ജീപ്പിൻ്റെ ബോണറ്റിൻ്റെ മുമ്പിലായിരുന്നാണ് സദ്യ. ഞങ്ങളടുത്ത് ചെന്ന പാടെ 4 വഴിക്കും ചാടി ഓടി. ജീപ്പ് കയറിയ സ്ഥലത്തെത്തുമ്പോൾ ധാരാളം ആൾക്കാർ കൂടിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ദർശനത്തിൽ വന്ന സ്ത്രീകളടക്കമുള്ള ആളുകളുമുണ്ട്, അയൽക്കാരുമുണ്ട്. വീട്ടിനുള്ളിൽ നിന്നും നേരത്തെ രോദനം ഇങ്ങനെ ഉയർന്നു പോയിട്ടുകൊണ്ടിരുന്നു. ആളുകളെ വകഞ്ഞ് മാറ്റി വീട്ടിനുള്ളിലെത്തി. വീട്ടിനുള്ളിലെത്തുമ്പോൾ ഒരു പലക കട്ടിലിൽ മലർന്നു കിടക്കുന്ന നിലയിലാണ് മൃതശരീരം കാണപ്പെട്ടത്. പ്രവീണ എന്ന 20-കാരി പെൺകുട്ടി. അടുത്ത് നോക്കുമ്പോൾ വായിൽ നിന്നും ഒരു പത പോലെ എന്തൊരു സാധനം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, മുഖത്ത് നഖത്തിൻ്റെ പാടുകൾ, നഖം കൊണ്ട് മുറിഞ്ഞ പാടുകൾ കഴുത്തിലുമുണ്ട്. ധരിച്ചിരുന്ന ബ്ലൗസിലും ചോരക്കറ കാണുന്നുണ്ട്. ചുവരിൽ നോക്കുമ്പോൾ മഷി ചുവരിൽ കുടഞ്ഞ മാതിരി ചോര ചുവരിൽ തെറിച്ച് കിടക്കുന്നു. ഇതെവിടെ നിന്ന് എങ്ങനെയാണ് മുറിവ് പറ്റിയതെന്ന് അറിയില്ല. എന്തായാലും അവിടെ കൂടിയുന്നവരെയൊക്കെ ഒന്ന് പുറത്തിറക്കി വാതിലും ജനാലയൊക്കെ അടച്ചിട്ട് ദേഹപരിശോധന നടത്തി, വസ്ത്രം മാറ്റി എല്ലാം പരിശോധിച്ചു. ശരീരത്തിലൊന്നും ഒരു മുറിവും ഉണ്ടായിരുന്നില്ല. ബലാത്സംഗം നടന്നിട്ടുണ്ടോ എന്ന് പ്രാഥമികമായിട്ട് നോക്കിയിട്ട് അതിലൊന്നും കാണാനും പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. എന്തായാലും പൂർവ്വസ്ഥിതിയിലാക്കിയിട്ട് ഞാൻ പുറത്തേക്കിറങ്ങി. ആദ്യമായിട്ട് മൃതശരീരം കണ്ടത് ആരാണ്? വേണുവാണ് മുൻപിട്ട് വന്നത്. സാർ, എൻ്റെ മകളാണ് ഈ മരിച്ചു കിടക്കുന്നത്. എനിക്ക് പെയിൻറ്റിങ് പണിയാണ് സാർ. ഇന്ന് ഞാൻ പെയിൻറ്റിങ്ങിന് പോയി പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏണിയിൽ നിന്നും കാൽ വഴി താഴെ വീണു, കാലൊന്ന് ഒളുക്കി. ഒപ്പം ഉണ്ടായിരുന്നവർ കാല് വിരലൊക്കെ വലിച്ച് എണ്ണയൊക്കെ ഇട്ട് തടവിയെങ്കിലും നല്ല വേദനയായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ പറഞ്ഞു, ഇന്ന് ജോലിക്ക് നിൽക്കണ്ട, പൊക്കോളാൻ പറഞ്ഞു, വീട്ടിൽ പോയി വിശ്രമിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ എത്തുമ്പോൾ ഒരു 12 മണി കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ എത്തുമ്പോൾ വാതിലടച്ചിരുന്നു. ഞാൻ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറുമ്പോൾ കണ്ട കാഴ്ച, എൻ്റെ മോള് കട്ടിലിൻ്റെ താഴെ ചുരുണ്ട് മടങ്ങി കിടക്കുന്നു. ഞാൻ ഓടിച്ചെന്ന് അവളെ തൂക്കിയെടുത്ത് കട്ടിലിൽ കിടത്തി. നോക്കുമ്പോൾ വായിൽ നിന്ന് പത വരും പോലെ, ഒരു ദുരയും പതയൊക്കെ വരും പോലെ തോന്നി. ശ്വാസമില്ലാത്ത പോലെ തോന്നി. ഞാൻ ഉറക്കം നിലവിളിച്ചു. അപ്പോഴാണ് അയൽക്കാരെല്ലാം ഓടിക്കൂടി. അവരെല്ലാം കൂടി വന്ന് നോക്കുമ്പോൾ കൈയിലും കാലിലും ഒക്കെ തണുപ്പ് ബാധിച്ചിരിക്കുന്നു. മരണം സംഭവിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിരിക്കുന്നു എന്ന് അവരെല്ലാം കൂടെ പറഞ്ഞതനുസരിച്ച് ആശുപത്രിയിലൊന്നും കൊണ്ടുപോയില്ല. അങ്ങനെ അത് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ അളിയൻ വന്ന് സ്റ്റേഷനിൽ ചെന്ന് വിവരം പറയാനായിട്ട് വന്നത്. ഓക്കെ, നിങ്ങളിപ്പം മദ്യപിച്ചിട്ടുണ്ടല്ലേ? ഞാൻ ആ കാലിൻ്റെ വേദന കൊണ്ട്
കാലിൻ്റെ വേദന മാറാൻ കാലിലല്ലേ മരുന്ന് വെക്കേണ്ടത്, നിങ്ങളല്ലല്ലോ വെക്കേണ്ടത്. അത് സാരമില്ല, നിങ്ങൾ അവിടെ ഇരുന്നോളൂ, ഞാനിപ്പോൾ ഇപ്പം കൂടുതൽ സംസാരിക്കുന്നില്ല, അവിടെ ഞാൻ വിളിച്ചോളാം. നിങ്ങളിപ്പം അവിടെ കസേര ചെന്നിരിക്കും, ഞാൻ വിളിക്കാം. അയാൾ പുറകോട്ട് പോയി. ഞാൻ പുറത്ത് നോക്കുമ്പോഴാണ് വിക്രമൻ, മലനട അമ്പലത്തിൻ്റെ സെക്രട്ടറി വിക്രമൻ നായർ അടുത്തേക്ക് വന്നു. ഞാൻ അയാളുമായിട്ട് അല്പം അകലെ മാറി നിന്ന് സംസാരിച്ചു. വിക്രമൻ്റെ അഭിപ്രായത്തിൽ സാർ, ഈ മരിച്ചു കിടക്കുന്ന പ്രവീണ എന്ന പെൺകുട്ടിയെ ചെറുതിലേ എനിക്കറിയാം. നല്ല കുട്ടിയാണ്, എല്ലാവരോടും നല്ല സ്നേഹത്തിൽ സംസാരിക്കുന്നൊരു കുട്ടിയാണ്, മര്യാദയുള്ള കുട്ടി. ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ ഉടനെ എന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ ഞങ്ങൾ നാട്ടുകാരും ബന്ധുക്കളെല്ലാം കൂടെ ശാസ്താംകോട്ട കോളേജിലെ ഒരു അധ്യാപകൻ ഗോപിക്കുട്ടനെ വിവാഹം കഴിപ്പിക്കാനുള്ള തീരുമാനം ഞങ്ങളെല്ലാവരും കൂടെ എടുത്തു. അതിൻ്റെ നിശ്ചയം കഴിഞ്ഞു. വിവാഹം അടുത്ത മാസം 10-ാം തീയതി നടത്താനെന്ന തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. ഇതിനിടയിൽ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല സാർ. മറ്റൊരു കാര്യമുണ്ട്, ഈ ഭാര്യയും ഭർത്താവും ആശ്രിക സൊസൈറ്റിയിലൊരു ജീവനക്കാരിയാണ്. ഭർത്താവ് പെയിൻറ്റിങ്ങിന് പോകും, പക്ഷെ തമ്മിൽ എപ്പോൾ കണ്ടാലും അവർ തമ്മിൽ വഴക്കാണ്, അടിയും ലഹളയും വഴക്കമാണ്. അക്കാരണം കൊണ്ട് തന്നെ അവരുടെ ഒരു മകൻ 10-ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു മകൻ നാട് വിട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ബോംബെയിലൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. വർഷങ്ങളായി അവൻ തിരിച്ചു വന്നിട്ടില്ല. ഇതും ഈ മരണവും അതങ്ങനെ വല്ലതും സംഭവിച്ചതാണെന്നാണ് ഞങ്ങളുടെ സംശയം. ഇപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കട്ടെ. എന്തായാലും പുറത്തുനിന്ന് ആരെങ്കിലും അപരിചിതരായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് നിങ്ങൾ അന്വേഷിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിവരം എന്നെ അറിയിക്കണം. അയാൾ പോയി. വീണ്ടും അകത്തേക്ക് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കാനുള്ള തുടക്കം കുറിച്ചു. പഞ്ചായത്തുകാരായ 5 പേരെ വിളിച്ചു കൂട്ടി. അവർ 5 പേരും വന്നു. അവരുടെ അഭിപ്രായത്തിൽ, സാറേ, ഈ പ്രവീണ എന്ന കുട്ടി ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ പാത്രമായിരുന്നു, നല്ല മര്യാദയുള്ള കുട്ടിയായി ജീവിക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ മരണത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ആ സംശയമുണ്ടെന്നുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ട് ആ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കാൻ SIയെ ചുമതലപ്പെടുത്തി. SI എഴുതി തുടങ്ങി. പുറത്തിറങ്ങി അടുത്ത വീട്ടിലൊക്കെ നടത്തിയ അന്വേഷണങ്ങൾ, ചുറ്റുപാട് നടത്തിയ അന്വേഷണങ്ങളിൽ ഒരാൾ, സുരേന്ദ്രൻ എന്ന ആൾ പറഞ്ഞു, അടുത്ത വീട്ടിലുള്ള ആൾ പറഞ്ഞു, സാർ, ഞാൻ ഇന്ന് ഒരു 10:30 മണിക്ക് രാവിലെ പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഒരു ബൈക്ക് എൻ്റെ മതിലിൽ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ അടുത്ത് അങ്ങും വെച്ച് കൊണ്ടുവന്ന ആളുകളെന്നും അവിടെ കണ്ടുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു മലനട അമ്പലത്തിൽ പോയ ആരെങ്കിലും ആയിരിക്കും, പോകാൻ വന്നായിരിക്കും എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. അപ്പം അതിനൊരു ആ ബൈക്ക് എനിക്ക് പ്രത്യേകം അറിയാം. എൻ്റെ പിന്നിലൊരു ബോക്സ് ഉണ്ട്, ചുവന്ന കളറാണ്. അതിൻ്റെ നമ്പരൊന്നും ഞാൻ നോട്ട് ചെയ്തില്ല സാർ. ശരി, അയാൾ പറഞ്ഞ കാര്യം നോട്ട് ചെയ്ത് വെച്ചു. ബാക്കി അവിടെ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് ഫോറൻസിക്കാരും സയൻറ്റിഫിക് എക്സ്പെർട്ടൊക്കെ വന്ന്, ഡോഗ് സ്ക്വാഡൊക്കെ വന്നു. അവരോട് ആ ബ്ലൗസിൽ കണ്ട രക്തവും ചുവരിൽ കണ്ട രക്തത്തിൻ്റെയും സാമ്പിൾ ശേഖരിച്ച് തരാനായിട്ട് ആവശ്യപ്പെട്ടു. അവരുടെ ജോലിയിൽ അവർ അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പുറത്തും മറ്റും നിന്ന് ഞാൻ അന്വേഷണങ്ങളൊക്കെ നടത്തി വന്നിട്ടും ആരാണ് വന്ന് ഇത് ചെയ്തതെന്നോ ഇതിൻ്റെ പിന്നിൽ ആരാണെന്നോ സ്വയം ചെയ്താണെന്നൊന്നും ഒരു ഐഡിയയും ഇല്ല. കുട്ടിയുടെ അച്ഛൻ എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് വീണ്ടും കൊണ്ടുപോകും. സാർ, എൻ്റെ മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് കോളേജ് അധ്യാപകനായിട്ടാണ്, ഗോപിക്കുട്ടനായിട്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞതിൻ്റെ അടുത്ത നാൾ മുതൽ തന്നെ അയാൾ ഫോൺ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എനിക്ക് അയാൾ വീട്ടിൽ വരികയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി മേലെ വീട്ടിൽ വരരുതെന്ന് താക്കീത് നൽകി. അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അന്നത്തെ വിരോധത്തിൽ പോയതാണ്. എനിക്ക് അയാളെയാണ് സംശയം. അയാൾക്ക് ഇതിനകത്ത് എന്തോ പങ്കുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു സാർ. സാരമില്ല, അതും ഞാൻ അന്വേഷിക്കാം. വീണ്ടും അവിടെ ചെന്നിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു കാറിൽ 4-5 ആളുകൾ വന്നിറങ്ങി. കൂട്ടത്തിലൊരാൾ പൊട്ടി കരയുന്നുണ്ടായിരുന്നു. അടുത്ത് നിന്നവർ പറഞ്ഞു, ഇതാണ് ഗോപിക്കുട്ടൻ. മൃതശരീരം കാണാനുള്ള അനുവാദം നൽകി എഴുതിക്കൊണ്ടിരുന്നതിനിടയിലൂടെ ആ മൃതശരീരത്തെ നോക്കി നിന്ന് അയാൾ തേങ്ങി കരഞ്ഞു. കരച്ചിൽ കൂടുതലായപ്പോൾ കൂടെ വന്ന സഹപ്രവർത്തകർ അതൊക്കെ ആശ്വസിപ്പിച്ച് പിന്നിലേക്ക് കൊണ്ടുപോയി. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി. സാമ്പിളുകൾ എടുത്ത് ശേഖരിച്ച് തന്നതെല്ലാം പ്രിസർവ് ചെയ്ത് വെച്ചു. ഒരു
വൈകുന്നേരത്തോടെ തന്നെ മൃതശരീരം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട് അയച്ചു. വൈകുന്നേരം മറ്റ് 1-2 പേരെ കൂടെ ചോദിച്ചിട്ട് ഞങ്ങൾ അവിടെ രാത്രി ആയതുകൊണ്ട് ഞങ്ങളിഞ്ഞ് പോരുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ വീണ്ടും അവിടെ എത്തി. ഇതിനെന്തെങ്കിലും ഒരു സൂചന പോലും കിട്ടിയില്ല ഇതുവരെ. അപ്പം ഒന്ന് കണ്ടെത്തണമല്ലോ. വരുന്നവരെയും പോകുന്നവരെയൊക്കെ ഞങ്ങൾ സംശയത്തോടെ തന്നെ നോക്കി, പലരെയും വിളിച്ച് ചോദിച്ചു. ആർക്കും ഒരു 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 സൂചനയും നൽകാനായില്ല. ഒരു 12 മണിയോടെയാണ് പ്രവീണയുടെ തുന്നിക്കെട്ടിയ മൃതശരീരവുമായി ആംബുലൻസ് അവിടെ എത്തിയത്. കുടി നിന്നവരെല്ലാം നിലവിളിയുടെ മധ്യത്തിൽ ആംബുലൻസിൽ നിന്നും ആ മൃതശരീരം ഇടക്കി വീട്ടിന് മുന്നിൽ വെച്ചു. നിലവിളികളും കരച്ചിലുകളും ഉയർന്നു കേട്ടു. ഇവരുടെ പലരും വന്നു പോവുകയും കണ്ടവരെല്ലാം മാറിപ്പോവുകയും പുതിയ ആളുകൾ കാണാൻ വരികയും ചെയ്തു. അല്പം കഴിഞ്ഞപ്പോഴാണ് ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനും വിദ്യാർത്ഥികളും ഒരു വാനിൽ വന്നിറങ്ങിയത്. ഇറങ്ങി റീത്ത് സമർപ്പിക്കാനായിട്ട് പോയ അധ്യാപകൻ്റെ പത്തിയിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചു. റീത്ത് സമർപ്പിച്ചു. അവർ മാറി നിൽക്കുകയും ചെയ്തു. ഇതിനെപ്പറ്റി അറിയണമല്ലോ. അവരെ ഒപ്പം വന്ന ഒരു വിദ്യാർത്ഥിയെ പതുക്കെ അരികിൽ വിളിച്ചു. അയാളോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. സാർ, ഞാനവിടെ പഠിക്കാൻ പോയതിട്ട് ഒരു 8 മാസമായി. ഞാൻ പോകുമ്പോൾ അതിന് ശേഷമാണ് ഈ കുട്ടി പ്രവീണ അവിടെ വന്നത്. പ്രവീണ വന്നത് മുതൽ അധ്യാപകനൊരു പ്രത്യേക അടുപ്പം പ്രവീണയോട് കാണിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. കൂടുതൽ നേരം പഠിപ്പിക്കാൻ ശ്രമിക്കുക, കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കുക. ഞങ്ങളെല്ലാതെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം പ്രവീണയുടെ വരാതെ ആയപ്പോഴാണ് അധ്യാപകന് ജേക്കബ് സാറിന് ഒരു വല്ലായ്മ തോന്നിയത്. എന്താണെന്ന് അറിഞ്ഞില്ല. ഇന്നലെ രാവിലെ ഒരു 10 മണിയോടെ പേപ്പർ, ഞാൻ ടൈപ്പ് റൈറ്റിംഗ് മെഷീനിലേക്ക് ഉപയോഗിക്കുന്ന പേപ്പർ വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയ ആൾ, ഞാൻ അവിടെ നിന്ന് 11 മണിക്ക് ഇറങ്ങുന്നവർ മടങ്ങി വന്നില്ല. പിന്നെ ഉച്ചയ്ക്കെപ്പോഴാണ് വന്നതെന്ന് അറിഞ്ഞില്ല. കയ്യിൽ എന്ത് പറ്റിയെന്ന്, കയ്യിൽ ആക്സിഡൻ്റ് ഒന്നും അല്ല സാർ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അറിയുമായിരുന്നു. ആക്സിഡൻ്റ് ഒന്നും പറ്റിയല്ല. വീട്ടിലെന്തോ മറ്റേ ചെയ്തിട്ടുണ്ടായിരിക്കണം, വ്യക്തമായിട്ട് അറിയില്ല. അയാൾ പോയി. മറ്റുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. ഏതാണ്ടൊരു 4 മണിയോടെയാണ് കണ്ണുനീരിൻ്റെ അകമ്പടിയോടെ വീട്ടിന് മുന്നിൽ ഒരുക്കിയിരുന്ന ചിതയിലേക്ക് പ്രവീണയുടെ മൃതശരീരം എടുത്തത്. ചിതയിൽ വന്ന് പുകച്ചൊരുകൾ ആകാശത്തിലേക്ക് ഉയർന്ന് പൊങ്ങിയപ്പോൾ കാണാൻ വന്നവരെല്ലാം ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോയി തുടങ്ങി. പിരിഞ്ഞു പോകുന്നവരെല്ലാം ഞങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന കുട്ടികൾ തിരിച്ച് വാനിൽ തന്നെ കയറിപ്പോയി. പക്ഷേ ഒപ്പം വന്ന അധ്യാപകൻ മറ്റൊരാളുടെ ബൈക്കിൽ കയറിയാണ് പോയത്. അതൊരു ചുവന്ന ബൈക്കായിരുന്നു. അയാൾ പോയി കഴിഞ്ഞു. 2 പേരായിട്ട് പോയി. ഞങ്ങൾ കൂടുതലൊന്നും ശ്രദ്ധിച്ചില്ല, അതങ്ങ് പോവുകയും ചെയ്തു. മറ്റുള്ളവർ പോകുന്നവരെല്ലാം ഏകദേശം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളും തിരിച്ച് ശാസ്താംകോട്ടയിലേക്ക് മടങ്ങി വരുന്ന വഴിയാണ് വിൽസ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ആ ചുവന്ന ബൈക്ക് ഇരിക്കുന്നത് ശ്രദ്ധിച്ചത്. വാഹനം കുറച്ചുകൂടെ മുമ്പിൽ നിർത്തിയിട്ട് വാഹന പരിശോധന നടത്തും പോലെ വരുന്നവരുടെ ബുക്കൊക്കെ നോക്കിയിട്ട് വെരിഫൈഡ് അവർ പറഞ്ഞയച്ചു. അതിനിടയിൽ ആ ബൈക്ക് 2 പേര് ഞങ്ങളെ പാസ് ചെയ്ത് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വിൽസ് ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ വിൽസനെ കണ്ടു. ഇപ്പോൾ വന്ന ജേക്കബിൻ്റെ കയ്യിൽ എന്ത് പറ്റിയതാണ് സാർ? അത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അയാൾ ഇവിടെ വന്നത്. കയ്യിലൊരു പട്ടി കടിച്ചു എന്നാണ് പറഞ്ഞത്. ഒരു കഷ്ണം ചത പോലും കടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് TT എടുത്ത് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇത് അനങ്ങുകയൊക്കെ ചെയ്യും, അതുകൊണ്ട് എനിക്ക് പ്ലാസ്റ്റർ ഇട്ട് തരണം കയ്യിൽ മൊത്തം, കൈപ്പത്തി മൊത്തം, എങ്കിൽ അനങ്ങാതിരിക്കുമല്ലോ എന്ന്. ഞാൻ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ്, അങ്ങനെ എയർ കയറാതിരുന്ന പഴുക്കും. സാരമില്ല സാറേ, എനിക്കത് എന്നാലും അനങ്ങാതിരിക്കുമല്ലോ. അങ്ങനെ അയാളുടെ അഭ്യർത്ഥന അനുസരിച്ചാണ് ഞാനത് പ്ലാസ്റ്റർ ഇട്ട് കൊടുത്ത കൈപ്പത്തി മുഴുക്ക. ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇന്ന് വരണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അയാൾ വന്നത്. എന്തായാലും ഞാൻ വന്ന് ഈ കാര്യം അന്വേഷിച്ചായിട്ട് അയാൾ എടുത്ത് ഡോക്ടർ പറയണ്ട, അവിടുന്ന് യാത്ര പറഞ്ഞു. അന്ന് രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം പുലർച്ചയോടെ നേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തി.
മെഡിക്കൽ കോളേജിലെത്തി പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ വിമൽരാജിനെ കണ്ടു. വിമൽരാജിനെ കണ്ട് ചോദിച്ച് അദ്ദേഹം കണ്ടപാടെ തന്നെ പറഞ്ഞു, അതൊരു ഫോഴ്സിബിൾ പോയ്സണിങ് ആണ്, മുഖത്തൊക്കെ നഖത്തിൻ്റെ പാടുകളുണ്ട്, വയറ്റിനകത്തുനിന്ന് ഒരു പ്രത്യേക ഗന്ധമുള്ള ഒരു വസ്തു ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അതിന് കെമിക്കൽ എക്സാമിനേഷന് ശേഷമേ ഏത് തരം വിഷമാണെന്ന് തിരിച്ചറിയാനാവും. ഒപ്പം ഞാൻ പരിശോധിച്ചപ്പോഴാണ് എൻ്റെ ആ കുട്ടിയുടെ വായ്ക്കകത്തുള്ളിൽ നിന്ന് ഒരു കഷ്ണം മാംസത്തിൻ്റെ കഷ്ണം കിട്ടിയിട്ടുണ്ട്. അത് ഞാനെടുത്ത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കെമിക്കൽ എക്സാമിനേഷൻ പരിശോധനയ്ക്ക് അയക്കാം. ഡോക്ടർ പറഞ്ഞു അത് ഫോഴ്സിബിൾ പോയ്സണിങ് ആണെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് നാളെ തന്നെ അയച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് ചെയ്തിട്ട് അന്ന് അവിടെ നിന്ന് മടങ്ങി. വരുമ്പോൾ ജീപ്പ് ഇരുന്ന് ആലോചിച്ചു, തെളിവുകൾ കണ്ടെത്താൻ എളുപ്പമാണ്. സംശയിക്കുന്ന ആളുകളെ ഫിംഗർ പ്രിൻ്റ് എടുത്ത് കൊടുത്താലും ഫിംഗർ പ്രിൻറ്റുകാർ പറഞ്ഞിട്ടുണ്ട് മുഖത്തുനിന്ന് 1-2 പ്രിൻറ്റുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് അവർ സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും സംശയമുള്ളവർ പ്രിൻ്റ് എടുത്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ ഈ ചോരക്കറ ആരെങ്കിലും രക്തത്തിൻ്റെ സാമ്പിൾ എടുത്ത് കൊടുത്താൽ ഈ ചോര ബ്ലൗസിലുണ്ടായിരുന്നത് ചോരിലുണ്ടായിരുന്ന ചോര കണ്ടുപിടിക്കാം. അതിനൊക്കെ കാലതാമസം എടുക്കും. അതിനിടയിൽ ഈ കൊലയാളി സ്ഥലം വിട്ട് കളഞ്ഞാലോ? വേണ്ട, സംശയമുള്ളവരെ പരിശോധിക്കുക തന്നെ, വിളിച്ച് ചോദിക്കുക തന്നെ. ആദ്യം പോലീസുകാരെ വിട്ട് ജേക്കബിനെ വിളിപ്പിച്ചു. ജേക്കബ് വന്ന പാടെ ചോദിച്ചു, ജേക്കബ് ഇതിൻ്റെ ഇയാളുടെ കയ്യിലെന്ത് പറ്റി? സാർ അത് ഞാൻ വീട്ടിലൊരു പട്ടി വളർത്തുന്നുണ്ട്, ആ പട്ടിക്ക് ആഹാരം കൊടുത്തപ്പോൾ അത് ഞാൻ കയ്യിൽ കടിച്ചതാണ്, നല്ലൊരു മുറിവ് പറ്റി, ഞാനതുകൊണ്ട് ഡ്രസ്സ് ചെയ്തതാണ്. ഓ, നിങ്ങളെ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെങ്കിൽ ചിലപ്പം ഇനി അതിനകത്ത് പേയോ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കണമല്ലോ. എന്തായാലും എനിക്ക് ആ പട്ടിയെ ഒന്ന് കാണണം, ഞാൻ കടിച്ച് ചത പറിച്ചെടുത്ത ആ പട്ടിയെ ഒന്ന് കാണണം, നമുക്ക് പോകാം. സാർ, ആ പട്ടി ഞങ്ങളുടേതല്ല, അതിങ്ങനെ ഇവിടുന്ന് വന്ന പട്ടിയാണ്, മറ്റടുത്ത വീട്ടിലുള്ള. ഓ, ജേക്കബ് തന്നെ പെട്ട് ഇത് പറയിക്കാനാണ് ഞാൻ ചോദിച്ചത്. തൻ്റെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. കൊലക്കേസായതുകൊണ്ട് അന്വേഷിക്കുന്നതുകൊണ്ട് ഒരു വാക്ക് തെറ്റിയാൽ മതി, ഞാൻ അതിന്ന് പിടിച്ചു കയറിക്കോളും. താൻ കള്ളം പറയുന്നവനാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയല്ലോ ഇപ്പോൾ. ഇനി പറയൂ, എല്ലാം നടന്നതല്ല അതുപോലെ പറയൂ, അതല്ലെങ്കിൽ ശരീരം കേടാവും. ഒളിച്ചു വയ്ക്കാതെ ശ്രമിക്കേണ്ട, എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്, പറയൂ. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം അയാൾ പറഞ്ഞു തുടങ്ങി. സാർ, പ്രവീണ എൻ്റെ സ്ഥാപനത്തിൽ പഠിക്കാൻ വന്നത് മുതൽ എനിക്ക് അവളെ ഇഷ്ടമായി. അവളുടെ പെരുമാറ്റം, വിനയം, ആ സ്വഭാവം, അവൾ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ചേക്കേറി. ഞാൻ അവളോട് കൂടുതൽ അടുത്ത് സംസാരിച്ചു. എൻ്റെ ഇഷ്ടം ഞാൻ അവളെ അറിയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് എതിർപ്പൊന്നും അവൾ പറഞ്ഞതുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് അവളുടെ വിവാഹ നിശ്ചയം നടന്നുവെന്നും അവൾ ആ സ്ഥാപനത്തിൽ പഠിത്തം നിർത്തിയെന്നുമുള്ള വിവരം അറിയുന്നു. ഒരുപക്ഷെ ഇനി അവളെ ബലപ്രയോഗത്തിലൂടെ ആരെങ്കിലും നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നതാണോ എന്നറിയണമല്ലോ എന്ന് കരുതിയാണ് അതറിയാനായിട്ട് ഞാൻ ആ വീട്ടിൽ പോയത്. കൂട്ടത്തിൽ എൻ്റെ സ്നേഹിതൻ സൈമണയും എൻ്റെ ബൈക്കിലാണ് പോയത്. ഞാൻ അവിടെ ചെന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ പ്രവീണ മാത്രം വീട്ടിലുണ്ടായിരുന്നു. ഞാൻ അവളോട് ചോദിച്ചു, കാര്യം പറഞ്ഞു. നിന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. ഉടനെ അവൾ തൻ്റെ അടുത്തോടെ മുഖത്തൊക്കെ അവൾ പറഞ്ഞത്, എൻ്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം കൂടെ എൻ്റെ വിവാഹം നിശ്ചയം നടത്തി കഴിഞ്ഞു, ഇനി അതിൽ നിന്ന് പിന്മാറാൻ എനിക്കാവില്ല. തീരുമാനം ഉറച്ചതാണോ? അതേന്ന് അവൾ തർപ്പിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്. ഞാൻ ഓടി അടുത്തേന്ന് അവളുടെ വായ് പൊത്തിപ്പിടിച്ചു, ഉറക്കെ നിലവിളിക്കാതിരിക്കാൻ. പുറകെ വന്ന സൈമൺ അകത്ത് കയറി വന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കൈകൾ രണ്ടും ബന്ധിക്കാൻ പറഞ്ഞു. ആ കൈകൾ രണ്ടും പിന്നിലേക്ക് പിടിച്ച് കെട്ടി ആ ഷാളെടുത്ത്, അവൾ ധരിച്ചിരുന്ന ഷാളെടുത്ത് പിന്നിലേക്ക് കെട്ടിവെച്ചു. ഞാൻ പോക്കറ്റ് സൂക്ഷിച്ചിരുന്ന വിഷക്കുപ്പിയെടുത്ത് വായിലേക്ക് ഒഴിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എൻ്റെ കൈ അവളുടെ വായ്ക്കുള്ളിലായി പെട്ടുപോയത്. എത്ര ശ്രമിച്ചിട്ടും അത് കൈ വലിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അവൾ ബലമായിട്ട് കടിച്ച് മുറിച്ചു കളഞ്ഞു. ഒടുവിൽ കഴുത്തിൽ പിടിച്ച് ഞെക്കിയപ്പോഴാണ് വായ തുറന്നത്. അങ്ങനെയാണ് കൈ ഞാൻ പുറത്തെടുത്തത്. ചോര ഒഴുകുന്നുണ്ടായിരുന്നു. ഞാൻ ഉടനെ തന്നെ കൈ കുടഞ്ഞു, വേദന കൊണ്ട് കൈ കുടഞ്ഞപ്പോഴാണ് ആ ചുവരിലേക്ക് എല്ലാം ചോര തെറിച്ച്.
ബ്ലൗസിൽ തന്നെ അത് തുടച്ചു വെച്ചു. രക്തം ഒഴുകി വന്ന രക്തം ആ ബ്ലൗസിൽ തന്നെ തുടച്ചു. രണ്ടുപേരും കൂടെ ബലമായിട്ട് ആ വിഷത്തിൻ്റെ കുപ്പി വാക്കിലേക്ക് ഒഴിച്ചു കൊടുത്തു. തുപ്പിക്കളയാതിരിക്കാനായിട്ട് ഞാൻ തന്നെ ആ മുഖത്ത് അമർത്തി പിടിച്ചു. അവൾ ഏകദേശം തളർന്ന് എന്ന് മനസ്സിലായപ്പോൾ കട്ടിലിൽ നേരെ കിടത്തിയിട്ട് ഞങ്ങൾ രണ്ടാളും പുറത്തിറങ്ങിപ്പോയി. അങ്ങനെയാണ് കൈ ചെന്ന് വിൽസ് ഹോസ്പിറ്റലിൽ ചെന്ന് മുറിവ് വെച്ച് സ്റ്റിച്ചിട്ടതും ഡ്രസ്സ് ചെയ്തതും പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞു. അയാൾ കുറ്റസമ്മതം എല്ലാം നടത്തി. അയാളുടെ മൊഴി വിശദമായിട്ട് രേഖപ്പെടുത്തി തുടങ്ങി. എഴുതുമ്പോഴാണ് സൈബണെ കൂട്ടിക്കൊണ്ടുവരാൻ പോലീസുകാരെ അയച്ചത്. താമസിയാതെ അയാളെയും കൂട്ടിക്കൊണ്ടു. ജേക്കബ് എല്ലാ കുറ്റസമ്മതവും നടത്തി ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് അയാളോട് അറിയിച്ചതോടുകൂടി അയാളും കീഴടങ്ങി. അയാളും എല്ലാം തുറന്നു പറഞ്ഞു. നടന്ന കാര്യങ്ങളെല്ലാം അതേപടി അയാളും വിവരിച്ചു. വിഷത്തിൻ്റെ കുപ്പി എവിടെ നിന്നാണ് വാങ്ങിയത്? അത് ചാലക്കുടിയിലെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്. ആ ബാക്കി കുപ്പി എന്തി, വിഷമായിരുന്ന കുപ്പി എന്തി, അത് ഞാൻ പൊതിഞ്ഞ് ബൈക്കിൻ്റെ പിന്നിൽ പേപ്പർ പൊതിഞ്ഞ് ബോക്സിൽ വെച്ചിട്ടുണ്ട്. പുറത്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ സൗകര്യം കിട്ടിയില്ല. രണ്ടുപേരുടെ മൊഴി വിശദമായിട്ട് രേഖപ്പെടുത്തി. അടുത്ത ദിവസം തെളിവ് ശേഖരണത്തിനായി ചാലക്കുടി കൊണ്ടുപോയി മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടെത്തി. അവിടുത്തെ റെസീറ്റും റെക്കോർഡും എല്ലാം പരിശോധിച്ചു. ഇവരെ രണ്ടുപേരെ ഐഡൻറ്റിഫൈ ചെയ്തു. അവിടെ നിന്ന് മടങ്ങി പ്രവീണയുടെ വീട്ടിലെത്തി. അവർ ബലം പ്രയോഗിച്ച സ്ഥലങ്ങളും വിഷം കൊടുത്ത രീതിയും അതെല്ലാം അവർ കൃത്യമായിട്ട് വിവരിച്ചു. അവിടുത്തെ അന്വേഷണങ്ങളെല്ലാം പൂർത്തിയാക്കി സ്റ്റേഷനിലെത്തി രണ്ടുപേരെ റിമാൻഡ് അപേക്ഷ സഹിതം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ദൃക്സാക്ഷികളില്ലാത്തൊരു കേസ്, പക്ഷേ ശാസ്ത്രീയമായ ശക്തമായ തെളിവുകൾ. അയാളുടെ കുട്ടിയുടെ പല്ലിലുണ്ടായിരുന്ന ആ മാംസകഷ്ണം ഇയാളുടെ DNA ആയിട്ട് പരിശോധിച്ച് പോസിറ്റീവ് റിസൾട്ട് വന്നു. ആ ഫിംഗർ പ്രിൻ്റ് ഇവരുടെ രണ്ടുപേരുടെയും ആണെന്ന് അത് പോസിറ്റീവ് റിസൾട്ട് വന്നു. എല്ലാം പോസിറ്റീവായിട്ട് തെളിവുകൾ, റെക്കോർഡുകൾ, സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം കൃത്യമായിട്ട് വന്നു. ചാർജ് ഹാജരാക്കുകയും ചെയ്തു. വിചാരണയ്ക്കൊടുവിൽ രണ്ടുപേർക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. ശിക്ഷ വിധിച്ച വിവരം വന്ന പോലീസുകാരൻ പറയുമ്പോൾ അറിയാതെ ആലോചിച്ചു പോയി. പണ്ട് കാലത്ത് മുതലും പ്രണയമുണ്ടായിരുന്നു, പ്രണയ നൈരാശ്യങ്ങളും ഉണ്ടായിരുന്നു. അന്നൊക്കെ അതൊരു ആത്മഹത്യയിലോ നാട് വിട്ടു പോകലിലോ ഒക്കെ അവസാനിക്കുമായിരുന്നു. പക്ഷെ ഇന്നത്തെ പ്രണയം അങ്ങനെയല്ല, അത് കൂടുതൽ അഗ്രസീവായി മാറിയിരിക്കുന്നു. പ്രണയം നിരസിച്ചാൽ ഉടനെ കുത്തിക്കൊല്ലുക, ആസിഡ് ഒഴിച്ച് കൊല്ലുക, തീ കത്തിച്ച് കൊല്ലുക, വെടിവെച്ച് കൊല്ലുക, എന്തൊക്കെയാണ് കാമുകന്മാർ നടത്തിക്കൂട്ടുന്നത്. അതിനെല്ലാം അവർക്ക് പിൻബലമായി നിൽക്കുന്നത് മയക്കുമരുന്നും മദ്യവും തന്നെ ആയിരിക്കണം. പുതിയ തലമുറയ്ക്ക് എന്താണ് പറ്റിയത്? ആരാണ് ഉത്തരവാദികൾ? ഈ മയക്കുമരുന്നും മദ്യത്തിലേക്കും നടന്നു നീങ്ങുന്ന യുവത്തെ തടഞ്ഞു നിർത്താൻ കഴിയാത്ത സമൂഹമാണോ? മക്കളുടെ വഴിപിഴച്ച പോക്കിന് തടയാൻ ഭയപ്പെടുന്ന മാതാപിതാക്കളോ? ആരാണ് ഉത്തരവാദികൾ? ഡെസ്റ്റോവസ്കിയുടെ അലീന എന്ന കഥാപാത്രം പറയും പോലെ ആൾ ഓഫ് us ആൾ ആർ റെസ്പോൺസിബിൾ ആൻഡ് ഐ ഈവൻ മോർ. എല്ലാവരും ഉത്തരവാദികളാണ്, എനിക്കല്പം ഉത്തരവാദിത്വം കൂടുതൽ. ഈ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഒരു വാക്ക്, എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് കഥാരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്കിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്ദി.